അധികാരത്തിലെത്തിയതിന്റെ 11ാം വാർഷികവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിൽ മടിത്തട്ട് മാധ്യമങ്ങൾ ഗോദി മീഡിയ ആഘോഷിച്ചത് സ്ത്രീ ശാക്തീകരണത്തിൽ കൈവരിച്ച നേട്ടങ്ങളെ കുറിച്ചുള്ള അവകാശവാദങ്ങളായിരുന്നു. 50%-ലധികം സ്ത്രീ ജനസംഖ്യയുള്ള രാജ്യത്ത് അവർ അടുക്കളയിൽ തളയ്ക്കപ്പെട്ടിരിക്കുകയാണെങ്കിൽ ശാക്തീകരിക്കപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ പുരോഗതി ഉണ്ടാകില്ല എന്ന് തിരിച്ചറിഞ്ഞാണ് സ്ത്രീ ശാക്തീകരണ നടപടികൾ ആവിഷ്കരിച്ചത് എന്നും അദ്ദേഹം അവകാശപ്പെടുകയുണ്ടായി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നീടും സ്ത്രീകളുടെ വൈകാരികത തൊട്ടുണർത്തി വോട്ട് നേടുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയത് നാം കണ്ട കാര്യം തന്നെയാണ്. മംഗല്യസൂത്രം കെട്ടുതാലി തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധം മാത്രമല്ല, വെറുപ്പ് ഉത്പാദിപ്പിക്കുന്നതിനുള്ള ഉപാധിയുമായി മോദി തന്നെ ഉപയോഗിച്ചത് നമുക്ക് മറക്കാൻ സാധിക്കുകയില്ല. പഹൽഗാമിലെ ഭീകരാക്രമണത്തിനുള്ള തിരിച്ചടിയെ സിന്ദൂരവുമായി ചേർത്ത് വെച്ച് സ്ത്രൈണ വൈകാരികതയെ മുതലെടുക്കുവാനും മോദിയും കൂട്ടരും ശ്രമിച്ചിട്ടുമുണ്ടായിരുന്നു. മോദി ഇപ്പോഴും ആവർത്തിച്ച് അവകാശപ്പെടുന്ന നാരീശക്തി എന്നുള്ളത് കേവല മുദ്രാവാക്യത്തിന്റെ അപ്പുറം യാഥാർത്ഥ്യമായോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ആഗോള ലിംഗസമത്വ സൂചിക നൽകിയിരിക്കുകയാണ്. 11 വർഷം കൊണ്ട് എല്ലാ രംഗത്തും സ്ത്രീ പങ്കാളിത്തം മുൻനിരയിലെത്തി എന്നുള്ളത് മാത്രമല്ല, പുറകോട്ട് പോയി എന്നാണ് സൂചിക വ്യക്തമാക്കിയ കാര്യം. ഓരോ രാജ്യത്തെയും സ്ത്രീകളുടെ സാമ്പത്തിക പങ്കാളിത്തം, വിദ്യാഭ്യാസ നേട്ടം, രാഷ്ട്രീയ ശാക്തീകരണം, ആരോഗ്യവും അതിജീവനവും എന്നീ 4 ഘട്ടങ്ങളെ ആസ്പദമാക്കിയാണ് ലോക സാമ്പത്തിക ഫോറം ആഗോള ലിംഗസമത്വ സൂചിക തയ്യാറാക്കുന്നത്. 148 രാജ്യങ്ങളുള്ള പട്ടികയിൽ 131ാമതാണ് ഇന്ത്യയുടെ സ്ഥാനം. കഴിഞ്ഞ വർഷം 129, 2023 126 സ്ഥാനങ്ങളിലായിരുന്നു രാജ്യം. അതാണ് ഇപ്പോൾ പുറകോട്ട് പോയിരിക്കുന്നത്. അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശ് 24ലാണ്, ഭൂട്ടാൻ 119ലാണ്, നേപ്പാൾ 125ലാണ്, ശ്രീലങ്ക 130ലാണ്. എന്നിവയൊക്കെ ഇന്ത്യയെക്കാൾ മുൻപാണ് സ്ഥാനം. പാകിസ്ഥാൻ മാത്രമാണ് ആകെ പുറകിലുള്ളത്. മോദിയും കൂട്ടരും അവകാശപ്പെടുന്നത് പ്രകാരമാണെങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം മുന്നോട്ട് കുതിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കുന്നതിന് നടത്തിയ പ്രചരണങ്ങളിൽ ഒന്ന് വനിതാ സംവരണ നിയമം പാസാക്കിയെടുത്ത് മോദി സർക്കാർ നാഴികക്കല്ലിൽ തീർത്തു എന്നുള്ളത് തന്നെയാണ്. ശരിയാണ്, തെരഞ്ഞെടുപ്പ് മുന്നിൽ എത്തി നിൽക്കെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ വനിതാ സംവരണ ബില്ല് അവർ പാസാക്കി എടുക്കുക തന്നെയായിരുന്നു ചെയ്തത്. നമ്മുടെ നിയമങ്ങൾക്കുള്ള പ്രത്യേകത അത് ജനപ്രതിനിധി സഭകൾ പാസാക്കി രാഷ്ട്രപതിയോ ഗവർണറോ അംഗീകരിച്ചാൽ വിജ്ഞാപനം ചെയ്ത് പ്രാബല്യത്തിലാക്കാം എന്നുള്ളതാണ്. എന്നാൽ പാസാക്കി രാഷ്ട്രപതി അംഗീകരിച്ച് 1.5 വർഷം പിന്നിട്ടിട്ട് പ്രാബല്യമാക്കാത്ത നിയമമായി അത് അവശേഷിക്കുക തന്നെയാണ്. അടുത്ത ഭാവിയിൽ ഒന്നും നടക്കരുത് എന്നുള്ള ഉപാധി വെച്ച് പാസാക്കിയെടുത്ത ലോകത്തെ ആദ്യ നിയമ നിർമ്മാണമായിരിക്കും നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന വനിതാ സംവരണ ബില്ല്. ഇതിൽ നിന്ന് തന്നെ നാരീശക്തിയുടെ മോദിക്കാലം എത്രത്തോളം വഞ്ചനാപരമായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കുകയാണ്. വനിതാ ബില്ലിന്റെ പേരിൽ മേനി നടിച്ച് നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ് കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ ഒറ്റ പെൺകുട്ടികളുള്ള സംവരണ മോഡൽ സർക്കാർ എടുത്തു കളഞ്ഞത്. ഈ സംവരണത്തിന്റെ പേരിൽ 100 കണക്കിന് സാധാരണക്കാരായ പെൺകുട്ടികൾക്കുള്ള കേന്ദ്രീയ വിദ്യാലയ പഠന അവസരമാണ് നിഷേധിക്കപ്പെട്ടത്. സാധാരണക്കാർക്ക് അപ്രാപ്യമായിരുന്ന കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ അവർക്ക് പ്രവേശനം നേടാനുള്ള ഒടുവിലത്തെ അവസരവും കൊട്ടിയടക്കുകയായിരുന്നു ഇതിലൂടെ. ഈ വിധത്തിൽ സ്ത്രീകളുടെ മുൻനിര പ്രവേശനത്തിനുള്ള അവസരങ്ങൾ ഇല്ലാതാക്കിയാണ് മോദി നാരീശക്തിയെ കുറിച്ച് വാചാലനായിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകളുടെ ശാക്തീകരണം എത്രത്തോളം മെച്ചമാണ് എന്ന് വിലയിരുത്തപ്പെടേണ്ടത് അവർക്ക് സമൂഹത്തിൽ ലഭിക്കുന്ന സുരക്ഷിതത്വത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാകാം. അത് പരിശോധിക്കുന്നതിന് നമുക്ക് ആശ്രയിക്കേണ്ടി വരിക കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകളെ തന്നെയാണ്. BJP സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളിൽ പ്രധാനമാണ് കണക്കുകളും വിവരങ്ങളും പുറത്തുവിടുന്നതിലെ അനാസ്ഥയും കാലബിംബവും എന്നുള്ളതൊക്കെ 2022 കണക്കുകൾ ഇതുവരെയായി ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ശിക്ഷാ നിയമം, ഗാർഹിക പീഡന നിയമം, അധാർമികത ഗതാഗതം നിയമം, പ്രാദേശിക നിയമങ്ങൾ എന്നിവ പ്രകാരം സ്ത്രീകൾക്കെതിരെ നടക്കുന്ന കുറ്റകൃത്യങ്ങളാണ് NCRB രേഖപ്പെടുത്താറുള്ളത്. അതനുസരിച്ച് 2014 സ്ത്രീകൾക്കെതിരായുള്ള മൊത്തം കുറ്റകൃത്യങ്ങളുടെ എണ്ണം 3.38 ലക്ഷമായിരുന്നുവെങ്കിൽ 2022 ആയപ്പോഴേക്കും 4.46 ലക്ഷമായി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം 10 വർഷത്തിനിടെ 31%-ലധികം വർധനവുണ്ടായി എന്നുള്ളതാണ് അർത്ഥം. 1 ലക്ഷം സ്ത്രീകൾക്ക് ആകെ നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ എണ്ണവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പോലും 2014 56.3 ആയിരുന്നത് 2022 66.4 ഉയരുകയായിരുന്നു. സ്ത്രീ പീഡനത്തിൽ കുറ്റാരോപിതരായ BJP നേതാക്കളെ സംരക്ഷിക്കുന്ന നടപടികൾ എന്നിങ്ങനെ സ്ത്രീ ശാക്തീകരണ വിരുദ്ധമായി എത്ര നടപടികൾ എടുത്തു കാണാൻ സാധിക്കും. ഇതോടൊപ്പം മോദിയുടെയും കൂട്ടുകാരുടെയും അവകാശവാദങ്ങൾ വസ്തുതാവിരുദ്ധമാണ് എന്ന് തെളിയിക്കുന്ന കണക്കുകളും ഉദാഹരണങ്ങളും അനവധിയാണുള്ളത്.